അത് ഇതിന്റെ ഉള്ളിലുണ്ടായിരുന്നോ? ഈ അയൽക്കൂട്ടത്തിന് വരുന്നില്ലേ? എത്ര നേരായി? ആ കുൽസോ, ഞാൻ ഇതിന്റെ ഉള്ളിലുണ്ടായിരുന്നേ. ഞാനിപ്പോ ആരെങ്കിലും പോട്ടെ ഓരെ കൂടെ പോവാന്ന് വിചാരിച്ചിരിക്കായിരുന്നു. അല്ല മോളെ, ഈ സമ്മാനം ഒന്നും വാങ്ങിയില്ലേ അയൽക്കൂട്ടം കൊടുക്കാൻ? ആ മോളെ, ഞാൻ സമ്മാനൊക്കെ വാങ്ങിക്കണേ. ഞാനേ ഒരു ഒന്നൊന്നരം സമ്മാനം തുടങ്ങിക്കണ്. എന്റെ മകനെ ദുബായിന് കൊടുന്നതാണ്. പിന്നെ ഞാൻ വിചാരിച്ച ക്രിസ്മസ് ഒക്കെ അല്ലേ, നമുക്കും നമ്മളെ മാനൊക്കെ കാക്കണ്ടേ, ഒരു ഉക്കരനായിക്കോട്ടെ വിചാരിച്ചു. അല്ല, ഈയൊന്നും വാങ്ങിയിട്ടില്ലേ മോളെ? ഞാനൊരു നല്ല ഒന്നൊന്നര സമ്മാനം വാങ്ങിക്കണം. ഇനി അപ്പൊ എപ്പോ വരാട്ടോ? അപ്പേ കുൽസത്താത്ത ദുബായിനോട് നോക്കാം അത്രേ കൊണ്ടിരിക്കണം. ഞാൻ ഏതോ ഒരു പഴയ ഒരു പാണ്ഡപാത്രം എടുത്ത് വെച്ചിരിക്കണം. ഏതായാലും നമ്മളെ മാനൊക്കെ കാക്കണ്ടേ. ഇന്നലെ കേറിയ പുതിയൊരു പാത്രം ഉണ്ട്, അതൊക്കെ. അല്ലാ കുൽസു താത്താൻ്റെ ഗിഫ്റ്റ് എനിക്ക് തന്നെ കിട്ടണേ റബ്ബേ. ഇന്ന് നമുക്ക് ഇറങ്ങാല്ലേ താത്ത? ഇതാണ് എന്റെ ഗിഫ്റ്റ്. അല്ല, താത്താന്റെ ഗിഫ്റ്റ് എവിടെ? കയ്യിലൊന്നും കാണാനില്ലല്ലോ. ഇന്നാ നമുക്ക് ഇറങ്ങാം. എന്റെ ഗിഫ്റ്റ് അതാ പുറത്ത് വെച്ചേക്കുന്നത്. ഞാൻ അപ്പം എടുത്തുകൊണ്ടുവരാൻ മകളെ. നമുക്ക് ഇറങ്ങിയാലോ? അപ്പേ നിന്റെ ഒരു പാത്രം, എന്നാലും ഇത് എന്തായിരിക്കും? വല്ല സ്വർണത്തിനും കമ്പായ മതി. ഗൾഫെന്ന് പറഞ്ഞല്ലേ. റബ്ബേ എനിക്കല്ലേ കിട്ടണേ, റബ്ബേ എനിക്കല്ലേ കിട്ടണേ. എന്തൊരു വലിയ സമ്മാനം. ഇന്നലെ വന്നോ? ഇതാ ഇവിടെ ഇരുന്നോളി. ഞാൻ പുലർച്ചയ്ക്ക് ഇവിടെ വന്ന് കുത്തിറക്കാൻ തുടങ്ങിയതാ. എല്ലാരും വന്നല്ലോ. എന്നാ നമുക്ക് ആദ്യം കേക്ക് മുറിക്കാല്ലേ? അല്ല മോളെ, ഒരു കേക്കില്ലേ, ലാക്കിന്റെ വില ഉള്ളൊരു കേക്ക്, ഒരു കറുത്തിട്ട് നല്ല മധുരത്തില്, എന്തോ റെഡ് ഫോറോ ബ്ലാക്ക് ഫോറോ എന്തോ ഒരു കേക്ക്. എന്റെ പേരക്കുട്ടീന് ബർത്ത്ഡേക്ക് വാങ്ങിയത്, അങ്ങനെ പറ. ചെലപ്പോ അതായിരിക്കും. കണ്ടോളി, നമ്മളിതാ കേക്ക് വന്നിരിക്കുന്നത്. കേക്ക് കാണിച്ചാ പോലെ തണ്ടടേ. ബ്ലാക്ക് ഫോറ ഈ പെട്ടിക്കട കേക്ക് കഴിക്കാനാണോ ഈ എല്ലാത്തിനും 10 രൂപ വീതം പിരിച്ചത്? ഈ 10 രൂപ പിരിച്ചിട്ടേ എല്ലാവർക്കും ഞാൻ ഓരോ ബ്ലാക്ക് ഫോറ വാങ്ങിത്തരാം. ഇപ്പൊ കിട്ടും. 10 രൂപ 4 പേരത്തുനിന്ന് പിരിച്ചിട്ട് ഇപ്പൊ കിട്ടും ബ്ലാക്ക് ഫോറസ്റ്റ്. നാക്കി നിന്ന ഇത് വേണമെങ്കിൽ എടുത്തോളി, അല്ലെ ഇപ്പൊ ഇതും കഴിയും. ക്രിസ്മസ് ഒക്കെ അല്ലേ, ശരി. എന്നാ ആ കേക്ക് ഞാൻ കൊണ്ടുപോവാ. നല്ല വലിയ പീസ് നമുക്ക് എടുക്കാം. അങ്ങനെ മണം പിടിക്കണില്ല. സൽമ ആദ്യം കുൽസു താത്താക്ക് കൊണ്ടുപോയി. നല്ല സ്ഥലമാത്തു. അപ്പൊ എല്ലാരും കേക്കൊക്കെ കഴിച്ചില്ലേ? ഇനി നമുക്ക് അടുത്ത പരിപാടി തുടങ്ങാം. അപ്പൊ നമ്മളെ അടുത്ത പരിപാടിയാണ് നമ്മളെ പാട്ടുപാടൽ. അപ്പൊ കുറെ ആൾക്കാരെ വന്നിരുന്നു. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ ഈ വീട്ടിലേക്ക് ക്ഷണിക്കുന്നത് നമ്മുടെ സ്വന്തം കുൽസു താത്ത. അപ്പൊ നമ്മളിവിടെ പാടാൻ പോവാണ്. ഒരു കോട്ട പൊന്നുണ്ടല്ലോ മിന്നുണ്ടല്ലോ. കുട്ടിയെ, ഇത് ക്രിസ്മസ് ആണ്, അല്ലാതെ ഒപ്പനൊന്നല്ല. ആണോ? എന്നാ നമ്മളൊരു പുതിയ അസല് പാട്ട് പഠിച്ച. ജിംഗിൾ ബെൽ ജിംഗിൾ ബെൽ ജിംഗിൾ ഓൺ ദ വേ, ജിംഗിൾ ബെൽ ജിംഗിൾ ബെൽ ജിംഗിൾ ഓൺ ദ വേ, ജിംഗിൾ ബെൽ ജിംഗിൾ ബെൽ ജിംഗിൾ. അയ്യോ, മറന്നുപോയി. സൂപ്പർ സൂപ്പർ പൊളി പാട്ടാടി. അപ്പൊ നമ്മള് ചീറ്റ് ഇതാ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇടാം. ഇനി കുൽസു താത്ത ഒന്ന് എടുത്താണ്. സൈനവ താത്ത ഒന്ന് എടുത്തോളി. ഇനി ഞാൻ നോക്കട്ടെ. അല്ലാ, പാത്തുമ്മ താത്താക്ക് തരാൻ മറന്നു. എന്നാ നോക്കാം.
അപ്പൊ എല്ലാവർക്കും ചീറ്റ് ഇട്ടിട്ടുണ്ടാവും. അതിൽ ഓരോരുത്തരും പേരുണ്ടാവും. അപ്പൊ എല്ലാരും അവർക്ക് കിട്ടിയ പേര് എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ? അപ്പൊ ആദ്യം കുൽസുതാത്തന്നെ പറയൂ, ആരെ കിട്ടിയത്? നമുക്ക് കിട്ടിയത് നമ്മളെ സ്വന്തം പാത്തു. എന്നാ പാത്തു പിടിച്ചത്. പഠിച്ചനെ ഇങ്ങനെ എന്റെ വീട് കേട്ടല്ലോ. സ്വർണ്ണക്കടി വീട്ടിൽ പോയി വീട്ടിന്റെ മോനെ വിളിക്കണം. അപ്പൊ നമുക്ക് കിട്ടിയേക്കുന്നത് ഇത് സ്വന്തം കുൽസുത്താത്തന്നെ. എന്നാ കുൽസുത്താത്ത വല്ല പ്ലാസ്റ്റിക്കിന്റെ മാത്രമാണ്. കണ്ടിട്ടുണ്ടോ ചവിട്ടിമുട്ട് വരണ്ട. എന്റെ തുടപ്പിന്റെ വീട്ടിൽ വലിയ പഠിച്ചോളേ. പാത്തുണ്ണിയും കുൽസുന്റെ സമ്മാനം കൊടുക്കാൻ കഴിഞ്ഞില്ലേ? നമുക്ക് കിട്ടിക്കുന്നത് നമ്മളെ സ്വന്തം സൽമാത്ത തന്നെയാണ്. എന്നാ പിടിച്ചോണ്ടി സൽമാത്ത. പച്ചോണി സൽമാത്താക്ക് നിന്നെ കിട്ടിയില്ലേ? നല്ല മൊബൈൽക്കാരെങ്ങനെ കടിച്ചു. ഓ ഇതോ രസമാണ്. കുൽസുതാത്തൊക്കെ ബാത്തുമ്മത്താത്താനെ കിട്ടിയ പോലെ തന്നെ എനിക്ക് കിട്ടിയൊക്കെ നമ്മളെ സ്വന്തം സൈനാത്ത തന്നെയാണ്. എന്നാ പിടിച്ചോണ്ടി സൈനാത്ത. അള്ളാഹു റബ്ബുൽ ആലമീൻ മൊത്തം ആ പെട്ടിയിൽ ഞാൻ ഫാൻസി കൊടുത്ത്. ഏതായാലും ഇതിൽ വല്ല മുഴുവനുണ്ട്. അള്ളാഹ് അറിയാം എന്ത് കിട്ടുമോ. നല്ല മേക്കല പെട്ടി ഏതായാലും എടുത്തോണ്ടാവും. എന്നാ ശരിട്ടോ മക്കളെ, നമ്മൾ പോവാണ്. അമ്മ വേഗം പോട്ടെ. അമ്മ വലിയ കോളൊക്കെ വേഗം അങ്ങോട്ട് പുറത്തെടുക്കട്ടെ. അമ്മോ ഇതെന്തോന്ന് കോളൊന്നുമില്ലല്ലോ. അമ്മ ഇതെന്തോ ഒരു നീലമഞ്ഞ മതി. അതാ ഇനി വല്ല വീട്ട ഇതേവന്റെ വല്ല വടിയാണോ? വേഗം ഒന്ന് അയച്ചു കൊണ്ടാനോ. എത്ര പൊടിയത് എന്റെ സാധനം. അയ്യേ ഒരു തടുപ്പ് വടി കടന്ന എന്റെ പുതിയ പാത്രം കൊടുത്ത്. അള്ളാ പതിരിങ്ങളെ ഇങ്ങളെന്താ ചതിച്ചല്ലോ. അള്ളാ എന്റെ പുതിയ പാത്രേ. ഓ അള്ളാ എന്തായാലും 10-60 വയസ്സായ ഇനി പുതിയ ചൂലം കമ്പിയൊന്നും വേണ്ട. ഇതെന്നെ അടുത്ത് അങ്ങനെ കുത്തി നടക്കാം. എന്റെ കുൽസോ അതാ പഠിച്ചോനെ. ഇവിടെ തന്നെ ഇരുന്നിട്ട് അങ്ങോട്ട് എനിക്ക് പൊട്ടിക്കണം. വാതിലൊന്നും അവിടെ അതാ വല്ല സ്വർണ്ണപാത്രം വല്ലതും മതിയായിരുന്നു. അയ്യേ ഇത് ഇന്നലെ പിന്നെ ഒരു മീൻ വറ്റിച്ചിരുന്ന കറി പാത്രല്ലേ? അയ്യേ ഇതാണ് ആൾക്കുന്നത്. എന്റെ തണുപ്പ് വരും. ഒന്നില്ലെങ്കിൽ ഒരു 30 രൂപയെ കൂടെ വരും. ആക്രി കടക്കാർക്ക് കൊടുക്കാം. അതിനൊരു ലാഭം. കഷ്ടപ്പെട്ടിയ ഏതായാലും തുറന്നു നോക്കാം. നല്ല നാടൊക്കെ തലയിൽ ചേർക്കാലോ. അതിന് വേണ്ട വേറെ കൊടുക്കാം. അയ്യേ ഇതൊന്നും മുടിക്കെടുക്കേ. ഞാൻ വിചാരിച്ചു വല്ല സാധനം കാര്യമായിട്ടുണ്ടാവും. ഏതായാലും നല്ല പിന്നീട് ഗ്ലാസ് പെട്ടി. ഇതിനെ മേലക്കിട്ട ഷോക്കേസും കൂടി വെക്കാം. ആൾക്കാരൊക്കെ വന്നൊക്കെ സുമത്തിനെ ഗിഫ്റ്റ് എത്തിക്കാണെങ്കിലും പറഞ്ഞോടെ. കാര്യപ്പെട്ടി. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.